ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇത് ഈ കടൽ ഞണ്ടുകളെ നമ്മൾ കറിയാക്കാൻ പോവാ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടാസ്ക് ഈ സുന്ദരകുട്ടപ്പനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ഓരോ ഞണ്ടിനെയും ഇതേപോലെ റണ്ണിങ് വാട്ടറിന്റെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് അതിന്റെ മേലുള്ള പായല് അഴുക്കൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഒടിച്ച് ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. ഇത് നമുക്ക് ചതച്ചെടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി കഴിക്കാൻ നേരത്തെ എളുപ്പമുണ്ടാവും. അപ്പൊ നമുക്ക് ഹാർഡായിട്ടുള്ള ക്രാബിന്റെ പീസസ് ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു 2 സവോള അരിഞ്ഞത്, ഒരു കുറച്ച് ചെറുള്ളി, അതായത് 15 ഒരു 10 വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു മീഡിയം സൈസ് തക്കാളി, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു മിക്സർ ജാറിലേക്ക് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ജീരകത്തിന്റെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിന്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് പയ്യെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി പച്ചമുളക് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് സവോള, കുഞ്ഞുള്ളി അരിഞ്ഞത്, അതേപോലെ കറിവേപ്പിലയും കൂടി ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് മസാലക്കൂട്ട് ചേർക്കാവുന്നതാണ്. അപ്പൊ ഞാനിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മസാലക്കൂട്ടിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം കശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, ഒരു 2 ടീസ്പൂണോളം കൊറിയാൻഡർ പൗഡർ, 1 ടീസ്പൂണോളം ഗരം മസാല. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പൊടികളുടെയൊക്കെ മണം നന്നായിട്ട് മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ക്രാബിന്റെ പീസസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാനൊരു ഒരു കപ്പോളം നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ക്രാബൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണ്ട, കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒന്ന് പയ്യെ വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റി ആട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ കമന്റ്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ ഒരു ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ക്രാബ് റോസ്റ്റ് ഒന്ന് ഒരുമിച്ച് ടേസ്റ്റ് ചെയ്താലോ. നല്ല ചൂട് ചോറിനൊപ്പം കുറച്ച് ഗ്രേവിയും കുറച്ച് ക്രാബിന്റെ പീസസും കൂടി ആക്കിയിട്ട് ഒന്നൊരു പിടി പിടിച്ചാൽ ആഹാ എന്താ ടേസ്റ്റ്. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്യാതിരിക്കല്ലേ. See you in my next video. Take care. Bye bye.